ബി മടിയൻ, സി കുടിയൻ, ഡി ചതിയൻ. അങ്ങനെ പറയാം. അപ്പൊ നമുക്ക് കിടക്കാം. നമുക്ക് കിടക്കാം. നമുക്ക് കിടക്കാം. സമാധാനത്തോടെ ആലോചിച്ച് നോക്കാം. ഉറി, തെറി, ചൊറി, കറി. കറി. സ്വന്തമാക്കിയിരിക്കുന്നു. ഒന്നും കൂടി ഉണ്ടാക്കല്ലേ. ഞാൻ അപ്പൂസാണ് എഴുതിയാൽ മതി, ഞാൻ അപ്പൂസാണ് എഴുതിയാൽ അല്ലെങ്കിൽ സിത്തുവാണ് എഴുതിയാൽ മതി. ആ ഒരു രീതിക്ക് പറയണം. ഫോണെ ഫ്രണ്ട് ഉണ്ട്. അപ്പൊ എന്റെ ഫ്രണ്ടിനെ വിളിക്കാം. ശരി. ചോദ്യം ചോദിച്ചാൽ പൈസ കിട്ടുപോയി. ഉത്തരം പറഞ്ഞാൽ പൈസ കിട്ടുന്ന പരിപാടിയാണ്. അപ്പൊ ചോദ്യം അറിയാത്തോണ്ട് ഫോണോ ഫ്രണ്ട് വിളിക്കാൻ പറഞ്ഞപ്പോ ഞാൻ എനിക്ക് വിളിച്ചു. PSC ഒക്കെ പഠിക്കുന്ന ആളല്ലേ. അപ്പം ചോദ്യം ഇതാണ്. ആദ്യത്തെ ചോദ്യം എന്താണ് സുഹൈബ്? മാന്യ പ്രേക്ഷകർക്ക് സിനിമാ ഗുരുവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ അതിഥിയായി വന്നിരിക്കുന്നത് മറ്റാരുമല്ല, യൂട്യൂബിലെ യുവതാരം നൈനസ് വ്ലോഗിന്റെ സുഹൈബാണ്. അപ്പൊ നമുക്ക് സുഹൈബിനെ സ്റ്റേജിലേക്ക് വിളിച്ചാലോ? വെൽക്കം സുഹൈബ്, വെൽക്കം. താങ്ക് യു. ഇരുന്നോളൂ, ഹോട്ട് സീറ്റിൽ ഇരുന്നോളൂ. അയ്യോ, ഹോട്ട് സീറ്റിൽ ഇരിക്കാൻ പറ്റൂല, ചന്തി കൊള്ളൂലേ, ചൂടല്ലേ. ഇല്ല, ഈ സീറ്റിൽ ഇരുന്ന് വിചാരിച്ചിട്ട് സുഹൈബിന് ഒന്നും സംഭവിക്കില്ല, ഇരുന്നോളൂ. ഓ, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ ഗൈസ്. യൂട്യൂബിലെ പുതിയ താരം, കൈ നിറയെ കോമഡി, അങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ. ഇത്ര വലിയ ആളാണെങ്കിൽ പിന്നെ എന്തിനാ ഇവിടെ വന്നിരിക്കണത്? വേറെ വല്ല പണിക്ക് പോയിക്കൂടെ? ഞാൻ നിങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. ഞാനാണോ? ഞാൻ അടിപൊളിയാണ്, ഞാൻ സൂപ്പറാണ്. ഓക്കെ, അപ്പൊ നമുക്ക് പരിപാടിയിലേക്ക് കിടക്കാം. 1000 രൂപയുടെ ആദ്യത്തെ ചോദ്യം നമുക്ക് എടുക്കാം. എന്ത് പറ്റി സുഹൈബ്? വരുന്ന വഴിക്ക് മഴ ഉണ്ടായിരുന്നു, അതാണ്. എടുക്കിന്റെ 1000 എടുക്ക്. അയ്യോ സുഹൈബ്, ചോദ്യം ചോദിച്ചു ഉത്തരം പറഞ്ഞു. 1000 രൂപ ഇങ്ങോട്ട് എടുക്ക്. ഞാൻ കടം വാങ്ങിയിട്ടാണെങ്കിൽ സുഹൈബിന്റെ 1000 തരാം. ഇപ്പോൾ സമാധാനമായി ഇത് കേൾക്കൂ ചോദ്യം. ഓക്കെ. ഇനി 2000 രൂപയുടെ രണ്ടാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഉണ്ടാക്കല്ലേ. അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. മോഹൻലാൽ ക്ലീൻ ഷേവ് ചെയ്ത് അഭിനയിച്ച ചിത്രം ഏത്? എ ഒടിയൻ, ബി മടിയൻ, സി കുടിയൻ, ഡി ചതിയൻ. അതെങ്ങനെ ശരിയാവും? ഡി എന്ന് വരുമ്പോ ചതിയെന്ന് വരൂല, ചതിയെന്ന് വരുമ്പോ ഡി വരൂല, ചതിയെന്ന് വരുമ്പോ ഡാന്നാണ് വരിക. ഇല്ല, ഡാന്ന് വരുമ്പോ ഡീന്ന് വരുമ്പോ ചതിയൻ വരൂല. ശരി ഉത്തരം. ആ, 5000 രൂപയുടെ അടുത്ത ചോദ്യം. അയ്യോ, എന്താണ് സുഹൈബ്? ഉറുമ്പ് അടിച്ചു. 5000 എന്താ? എന്റെ സുഹൈബ് ഒന്നടങ്ങിയിരിക്കും, ഞാൻ എവിടുന്നെങ്കിലായി പൈസ മേടിച്ചു തരാം. അടുത്ത 10000 രൂപയുടെ ചോദ്യം ചോദിക്കൂ. സുകുമാർ ഡയറക്ട് ചെയ്ത അല്ലു അർജുൻ മൂവി ഏതാണ്? എ രമണി, ബി ശാന്ത, സി പുഷ്പ, ഡി അമ്മിണി. അയ്യോ, ഇത് കുഴപ്പിക്കണ ചോദ്യമാണല്ലോ. സുഹൈബിന് അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫോണെ ഫ്രണ്ട് ഉണ്ട്, നമുക്കത് നോക്കാം. ഫോണെ ഫ്രണ്ട് ഉണ്ട്. അപ്പൊ എന്റെ ഫ്രണ്ടിനെ വിളിക്കാം. ശരി. ഹലോ, സുഹൈബാടാ. സുഹൈബ് നൈനൂസ് വ്ലോഗ്. എടാ, തിരക്കിലാണോ? ഞാനേ സിനിമാ ഗുരു എന്ന് പറഞ്ഞൊരു പരിപാടിയിൽ വന്നതാണ്. ചോദ്യം ചോദിച്ചാൽ പൈസ കിട്ടുപോയി. ഉത്തരം പറഞ്ഞാൽ പൈസ കിട്ടുന്ന പരിപാടിയാണ്. അപ്പൊ ചോദ്യം അറിയാത്തോണ്ട് ഫോണോ ഫ്രണ്ട് വിളിക്കാൻ പറഞ്ഞപ്പോ ഞാൻ എനിക്ക് വിളിച്ചു. PSC ഒക്കെ പഠിക്കുന്ന ആളല്ലേ. അപ്പം ചോദ്യം ഇതാണ്. അല്ലു അർജുൻ മൂവി ഏതാണെന്നാണ്. സുകുമാർ ഡയറക്ട് ചെയ്ത അല്ലു അർജുൻ മൂവി. ഓപ്ഷൻസ് ഉണ്ട്. രമണി, ശാന്ത, പുഷ്പ, അമ്മിണി. ഉത്തരം പറ. ഇന്റെ പൈസ പോവും. ശരി,
ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പോൾ ഫ്രണ്ട് പറഞ്ഞ അമ്മിണി തന്നെ നമുക്ക് ലോക്ക് ചെയ്യാം. അത് പറ്റൂല, അവൻ ചിലപ്പോ പറഞ്ഞു പറ്റിക്കും. അതിന്റെ തൊട്ട് മേലെയുള്ളത് ഏതാ നോക്കൂ. അതിന് തൊട്ട് മേലെയുള്ളത് പുഷ്പ. എന്നാ അത് നമുക്ക് ഉറപ്പിക്കാം. 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 ശരിയായ ഉത്തരമാണ് സുഹൈബ്, ശരിയായ. അങ്ങനെ 10,000 രൂപയും സ്വന്തമായിരിക്കുന്നു. 20,000 രൂപയുടെ അടുത്ത ചോദ്യം നമുക്ക് ചോദിക്കാം. മിഥുൻ മാൻവു തോമസ് സംവിധാനം ചെയ്ത ജയസൂര്യയുടെ സിനിമ ഏത്? എ ആട്, ബി പോത്ത്, സി എരുമ, ഡി ഒട്ടകം. അയ്യോ, ഇതും ഭയങ്കര ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലേ നിങ്ങൾ ചോദിക്കുന്നത്? തോന്നുന്നുണ്ടോ? ഓക്കെ, ഇനി 2 ചാൻസ് കൂടെ ഉണ്ട് സുഹൈബിന്. ഓഡിയൻസ് വോട്ട് ഉണ്ട്, അതുപോലെ 50-50 ഉണ്ട്. ഇതിലേത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. 50-50 എടുത്തോളൂ. ഓക്കെ, അങ്ങനെ നമുക്കത് കട്ട് ചെയ്യാനുണ്ടെങ്കിൽ ബി പോത്തും ഡി ഒട്ടകവും നമുക്ക് കട്ട് ചെയ്യാം. അപ്പൊ ഇനി 2 ഓപ്ഷൻ ആണുള്ളത്. ബാക്കി എന്തൊക്കെയുണ്ട്? ആടുമുണ്ട്, എരുമയുമുണ്ട്. എരുമ നമുക്ക് കട്ട് ചെയ്യാം. ആടിനെടുക്കാം, ആടാണല്ലോ ഒന്നുകൂടി കാണാൻ ഭംഗിയുള്ളത്. ലോക്ക് ചെയ്യട്ടെ സുഹൈബ്? ലോക്ക് ചെയ്തോളൂ. കറക്റ്റ് ഉത്തരമാണ്. അങ്ങനെ സുഹൈബ് 20,000 രൂപയും സ്വന്തമാക്കിയിരിക്കുന്നു. താങ്ക് യു. ഇനി 50,000 രൂപയുടെ അടുത്ത ചോദ്യം ചോദിക്കാം. ചോദിച്ചോളൂ. താഴെ പറയുന്നതിൽ ഏതാണ് മമ്മൂട്ടി അഭിനയിച്ച സിനിമ? എ ഉണ്ട, ബി ചെണ്ട, സി വേണ്ട, ഡി ബോണ്ട. ഓപ്ഷൻ എ ഉണ്ട. ഉണ്ട ഉറപ്പിക്കാമോ? ഉറപ്പിക്കാം. സുഹൈബ്, സംശയങ്ങളൊന്നുമില്ലല്ലോ? ഇല്ല. ഓക്കെ, നമുക്ക് ഉറപ്പിക്കാം. ലോക്ക് ചെയ്യാം. ലോക്ക് ചെയ്യാൻ പറയാം. ഓപ്ഷൻ എ ഉണ്ട ലോക്ക് ചെയ്തോളൂ. ഗുരുജി പറയൂ, സുഹൈബ് പറഞ്ഞ ഓപ്ഷൻ എ ഉണ്ട ശരിയായ ഉത്തരമാണോ? അതെ സുഹൈബ്, ശരിയായ ഉത്തരമാണ്. അങ്ങനെ 50,000 രൂപയും സ്വന്തമാക്കിയിരിക്കുന്നു. താങ്ക് യു. പൈസ തരാം. ഈ പരിപാടി കഴിയുമ്പോൾ സുഹൈബിന്റെ പൈസ കൊണ്ടുപോകാം. അടങ്ങിയിരിക്കും. സുഹൈബ്, ഇതുവരെ കഴിഞ്ഞ പോലെയല്ല, ഇനി കുറച്ചും കൂടി ടഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നമ്മൾ 1,00,000 രൂപയുടെ ചോദ്യത്തിലേക്കാണ് കടക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ചോദിക്കാൻ പോകും 1,00,000 രൂപയുടെ അടുത്ത ചോദ്യം. ഇവയിൽ ദിലീപ് അഭിനയിച്ച സിനിമ ഏത്? എ പഞ്ചാബി ഹൗസ്, ബി മലയാളി ഹൗസ്, സി ബംഗാളി ഹൗസ്, ഡി കോമാളി ഹൗസ്. മലയാളത്തിലുള്ള സിനിമ ഏതുണ്ട്? മലയാളി ഹൗസ് ആവോ? വേണ്ട, ഞാനൊരു റിസ്കിന് എടുക്കുന്നില്ല. ഓഡിയൻസിനോട് ചോദിക്കാം. അതുകൂടി സംശയമുണ്ടല്ലേ? സംശയമുണ്ട്. ഓക്കെ, നമുക്ക് ഓഡിയൻസിന് വിട്ട് തന്നിരിക്കുന്നു. നിങ്ങൾ അത് ചൂസ് ചെയ്യും. ആരെങ്കിലും ഒക്കെ ഒന്ന് പറഞ്ഞു തരാം ഉത്തരം. എനിക്ക് അറിയാത്തോണ്ടാണ്. പറയൂ. ഓപ്ഷൻ എ പഞ്ചാബി ഹൗസ്. ഗുരുജി, ആ ചേച്ചി പറഞ്ഞ ഉത്തരം ശരിയാണോ നോക്കൂ. ശരിയാണ്. സുഹൈബ്, അപ്പൊ നമ്മളിനി 2,00,000 രൂപയുടെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ചോദ്യം ഇതാണ് സുഹൈബ്, ശ്രദ്ധിച്ചു കേട്ടോളൂ. താഴെ പറയുന്നവയിൽ വിജയ് നായകനായ സിനിമ ഏതാണ്? ഓപ്ഷൻ എ ഉറി, ബി തെറി, സി ചൊറി, ഡി കറി. പറഞ്ഞോളൂ സുഹൈബ്. അയ്യോ, ഇതിന്റെ ഉത്തരം എനിക്ക് അറിയില്ല കേട്ടോ. അല്ല, ആലോചിക്കൂ സുഹൈബ്, സമയമുണ്ട്, ആലോചിച്ചോളൂ. നമ്മൾ 2,00,000 രൂപയുടെ ചോദ്യമാണിത്. സമാധാനത്തോടെ ആലോചിച്ച് നോക്കൂ. ഉറി, തെറി, ചൊറി, കറി. പറയൂ. നമുക്ക് ചുരുക്കിട്ട് ലോക്ക് ചെയ്യാൻ പറയാം. പറയൂ, ഏതാണ് പറയേണ്ടത്? ഓപ്ഷൻ എ ഉറി. സുഹൈബ്, ശ്രദ്ധിച്ചാണോ ലോക്ക് ചെയ്തിരിക്കുന്നത്? ഉറപ്പിക്കാമോ? ഉറപ്പിക്കാം. ഇനി ഓപ്ഷൻസ് ഒന്നും ഇല്ലല്ലോ? ഇല്ല. ഉറപ്പിക്കാം. ഗുരുജി, സുഹൈബ് പറഞ്ഞ ഓപ്ഷൻ എ ഉറി നമുക്ക് ലോക്ക് ചെയ്യാം. എന്തുകൊണ്ടാണ് ഉറി പറയാൻ കാരണം? ഉറി പറയാൻ കാരണം ഉറി, പിന്നെ തെറി, ചൊറി എന്നൊക്കെയാണല്ലോ. അപ്പൊ ഞാൻ നല്ലൊരു വാക്ക് നോക്കിയിട്ട് പറഞ്ഞതാണ് ഉറി. ഗുരുജിയോട് ചോദിക്കാം. ടെൻഷൻ ഉണ്ടോ സുഹൈബ്? കുറച്ച്, ഇവിടം വരെ. ഗുരുജി പറയൂ. അയ്യോ, പോയി. സുഹൈബ്, താങ്കൾ തോറ്റിരിക്കുന്നു. ഞാൻ അപ്പോഴും പറഞ്ഞത് ശ്രദ്ധിക്കൂ എന്ന്. അയ്യോ, ഞാൻ ശ്രദ്ധിച്ചില്ല. നീ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഇത്രയും ഓഡിയൻസിനെ സാക്ഷിയാക്കി പറഞ്ഞു. കരയില്ല, എല്ലാത്തിനും
അപ്പൊ സിനിമാ ഗുരുവിന്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി.